Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, എന്റെ പേര് നവനീത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET 2024 ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സിന്റെ PYQs ആയിരിക്കും. അപ്പോൾ ഇതിൽ വല്ല ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. സോ അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലായിട്ട് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? The Bose-Einstein distribution is applied on identical distinguishable particles. Second option, identical indistinguishable particles that do not obey exclusion principle. Third option എന്താണ്? Identical indistinguishable particles which obey exclusion principle. Fourth option എന്താണ്? Distinguishable particles which obey exclusion principle. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ Bose-Einstein distributions ഏതാണ് ഇതിൽ obey, ലൈക്ക് ഏത് ഓപ്ഷൻ ആയിരിക്കും ഇതിൽ കറക്റ്റ് ആവുക? സോ Bose-Einstein ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പാർട്ടിക്കിൾസ് ഐഡന്റിക്കൽ ആയിരിക്കും, അതേപോലെ തന്നെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും, ആൻഡ് ദേ ഡു നോട്ട് ഒബേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ എന്താണ്? Bose-Einstein statistics can be applied to particles that are identical and indistinguishable which do not obey Pauli exclusion principle. അപ്പൊ ഇതിൽ അണ്ടറിൽ വരുന്ന ഒരു ലൈക്ക് പാർട്ടിക്കിൾ ആണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ അപ്പൊ എന്താണ്? ഓപ്ഷൻ 2 ആണ്. Okay, so next question again. The dispersion relation of for EM wave traveling in a plasma is given by omega square is equal to c square k square minus omega rho square, where c and omega rho are constants. അപ്പോൾ നമുക്ക് ഇവിടെ dispersion relation തന്നിട്ടുണ്ട്. That is connecting between omega and k. Okay, ഇവിടെ c യും omega rho എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ എന്താണ്? ഗ്രൂപ്പ് വെലോസിറ്റി എന്താണെന്നാണ് നമുക്ക് നോക്കുന്നത്. സോ അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് വെലോസിറ്റി വിൽ ബി പ്രൊപ്പോർഷണൽ ടു ബട്ട് നോട്ട് ഈക്വൽ ടു ഫേസ് വെലോസിറ്റി. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഈക്വൽ ടു ഫേസ് വെലോസിറ്റി. തേർഡ് ഓപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫേസ് വെലോസിറ്റി. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം ഗ്രൂപ്പ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? Vg is equal to d omega by dk. That is derivative of omega with respect to k. അതാണ് d omega by dk. പിന്നെ ഫേസ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? Vp is equal to omega by k. അപ്പോ നമുക്കറിയാം ഇതില് ഒമേഗ നമുക്ക് തന്നിട്ടുണ്ട്, ഈ റിലേഷനിൽ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും Vg ടൈംസ് Vp is equal to c സ്ക്വയർ. അപ്പൊ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും Vg is equal to c സ്ക്വയർ ഡിവൈഡഡ് ബൈ Vp എന്ന്. നമുക്ക് പറയാൻ പറ്റും എന്താണ്? Vg is inversely proportional to Vp. സോ നമ്മുടെ ആൻസർ എന്താണ്? Vg will be, that is group velocity will be inversely proportional to the phase velocity. That is option C, അതായത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Okay, so next question. The de Broglie wavelength of an electron having kinetic energy of 100 electron volt is ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എന്താണ്? de Broglie wavelength ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് kinetic energy of electron ആണ്. നമുക്കറിയാം de Broglie wavelength കാണാനുള്ള ഫോർമുല നമുക്കറിയാം. That is lambda is equal to h by p ആണ്. സോ പിന്റെ ഫോർമുല നമുക്കറിയാം √2me ke. ഇതിൽ me എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ke എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. നമുക്ക് ഈ പറഞ്ഞ എല്ലാ വാല്യൂസും നമുക്കറിയാം. h നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, me നമുക്കറിയാം ലൈക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, പിന്നെ ke നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 100 ഇലക്ട്രോൺ വോൾട്ട്. അതിനെ നമ്മൾ ലൈക്ക് കൺവേർട്ട് ചെയ്യാണ് ജൂളിലേക്ക്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇതിൽ ലാംഡ ഈസ് ഈക്വൽ ടു ഈ ലൈക്ക് വാല്യൂസ് ഒക്കെ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 120 പൈക്കോമീറ്റർ എന്ന് നമുക്ക് വാല്യൂ കിട്ടും. സോ 120 പൈക്കോമീറ്റർ ഇതിൽ എത്രാമത്തെ ഓപ്ഷൻ ആണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 120 പൈക്കോമീറ്റർ ആണ് നമ്മുടെ de Broglie wavelength. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കൊഹറന്റ് സോഴ്സസ് ബിറ്റ്വീൻ എ ബൈപ്രിസം whose inclined faces makes an angle of 2 degrees with its base, the slit source being 0.1 meter away from the biprism, given mu is equal to 1.5. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? ബൈപ്രിസം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈപ്രിസത്തിന്റെ ഇൻക്ലൈൻഡ് ഫേസും അതേപോലെ തന്നെ ബേസും തമ്മിലുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 ഡിഗ്രി. പിന്നെ സ്ലിറ്റ് സോഴ്സ് 0.1 മീറ്റർ അവേ ആണെന്നും നമുക്ക് പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് എന്താ കാണാൻ, പിന്നെ അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് n അല്ലെങ്കിൽ mu is equal to 1.5. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വിളിക്കാം. നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത്? സെപ്പറേഷൻ ബിറ്റ്വീൻ കോഹറന്റ് സോഴ്സസ്, കോഹറന്റ് സോഴ്സുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ്, ദാറ്റ് ഈസ് സെപ്പറേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിനുള്ള ഫോർമുല നമുക്കറിയാം, ദാറ്റ് ഈസ് a is equal to, a എന്ന് പറയുന്നതാണ് സെപ്പറേഷൻ, a is equal to 2d theta into n minus 1. ഇതിൽ d എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 0.1 മീറ്റർ അവേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്ലിറ്റ് സോഴ്സ്. അപ്പൊ സോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണ് 0.1 മീറ്റർ, അതാണ് d. അപ്പൊ ആ വാല്യൂ d. പിന്നെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 2 ഡിഗ്രി, ആംഗിൾ ബിറ്റ്വീൻ ഇൻക്ലൈൻ ഫേസസ് ആൻഡ് ബേസ്, അത് നമുക്ക് 2 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ n-1, ഇതിൽ n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്റെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 3.5 mm. സോ 3.5 mm എവിടെ? തേർഡ് ഓപ്ഷൻ ആണ്. സോ തേർഡ് ഓപ്ഷൻ ദാറ്റ് ഈസ് 3.5 mm ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? When a charged particle moves in a uniform magnetic field, its kinetic energy നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Goes on increasing, goes on decreasing, remains unchanged, may increase or decrease depending upon the sign of the charge. So എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ്. അപ്പൊ കൈനറ്റിക് എനർജിക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ആ പാത്ത് സർക്കുലർ ആയിരിക്കും. ഒരു സർക്കുലർ പാത്ത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് ഒബ്വിയസ്ലി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഡിപെൻഡ്സ് അപ്പോൺ സ്പീഡ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ മാസ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ലൈക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം സ്പീഡും കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിക്ക് എന്താണ്? ഒരു ചേഞ്ചസ് സംഭവിക്കില്ല. സോ കൈനറ്റിക് എനർജി ഓൾസോ റിമെയിൻസ് കോൺസ്റ്റന്റ്. നമുക്ക് ഒന്നുകൂടി കൺസൈസ് ആയിട്ട് പറയാം, ദാറ്റ് ഈസ് when a charged particle moves in a uniform magnetic field, its path is circular. So the path is circular ആണ് and speed remains constant. Hence its kinetic energy also remains constant. So option 3 ആണ് നമ്മുടെ correct answer, that is remains unchanged. Okay. So അടുത്ത നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. Okay. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? Important characteristic of electromagnetic wave is that it can transport energy from one point to another point. So second statement എന്താണ്? The direction of electromagnetic wave at a given point is the direction of which energy is transmitted. Okay, അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണോ അല്ലേ എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്? നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? Important characteristics of EM wave is that it can transport energy from one point to another. So obviously നമ്മളൊരു EM wave കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഉള്ള ട്രാൻസ്പോർട്ട് ഓഫ് എനർജിയാണ് ബേസിക്കലി ഈ വേവ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ കറക്റ്റ് പോയിന്റ്, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താണ്? ദി ഡിറക്ഷൻ ഓഫ് EM wave at a given point is the direction of which the energy is transmitted. അതായത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജി, അതായത് EM വേവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ അതും നമുക്ക് അറിയാം. അതുകൊണ്ട് എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സും, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് നമുക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് A ആൻഡ് B. അപ്പൊ നമുക്ക് 2A - 3B ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ്? ഇത് സിമ്പിൾ ആണ്. അതായത് A നമുക്ക് തന്നിട്ടുണ്ട് 2 3 1 0 - 1 5, B തന്നിട്ടുണ്ട് 1 2 - 1 0 - 1 3. 2A - 3B ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് 2A ചെയ്യണം, അതായത് ഈ കംപ്ലീറ്റ് എലമെന്റ്സും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 4 6 2 0 - 2 10 കിട്ടും. അതേപോലെ തന്നെ 3B അറിയാം, ലൈക്ക് ഒബ്വിയസ്ലി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പൊ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും. എന്നിട്ട് ഈ രണ്ട് മെട്രിക്സും കൂടി ലൈക്ക് ഇതിന്റെ ഡിഫറൻസ് നമ്മൾ കാണാം, സബ്ട്രാക്ട് ചെയ്യാം. സോ 4 - 3 1, 6 - 6 0, ഇവിടെ 5 0 1 1, അങ്ങനെ നമുക്ക് 1 0 5 0 1 1 ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. അപ്പൊ ഇത് ഏതാ നമ്മുടെ ഓപ്ഷൻ? സോ ഓപ്ഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 1 0 5 0 1 1. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The work done in a gravitational field between 2 points does not depend upon the path between these points. The field is, first option, can be conservative or non-conservative. Second option എന്താണ്? Is conservative.
തേർഡ് ഓപ്ഷൻ ഈസ് നോൺ കൺസർവേറ്റീവ്. ഫോർത്ത് ഓപ്ഷൻ നേച്ചർ ഓഫ് ഫീൽഡ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. നമ്മുടെ അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? Work done in a gravitational field between 2 points does not depend upon the path between these points. അതായത് രണ്ട് പോയിന്റിന്റെ ഇടയിൽ നടക്കുന്ന ഒരു വർക്ക് അത് അതിന്റെ പാത്തുമായിട്ട് ഒരു ഡിപ്പെൻഡൻസും കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ. അപ്പൊ എന്താണ് ഒബ്വിയസ്ലി അത് കൺസർവേറ്റീവ് ആയിരിക്കും. കാരണം കൺസർവേറ്റീവ് അതായത് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ആൻഡ് നോട്ട് ദ പാത്ത്. സോ ഇറ്റ് ഈസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫീൽഡുകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ചെയ്യുന്ന വർക്ക് അതിന്റെ പാത്തുമായിട്ട് ഒരു ഡിപ്പെൻഡൻസും കാണിക്കില്ല. അതിന്റെ രണ്ട് പോയിന്റ്സ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ ഇനീഷ്യലും ഫൈനൽ പോയിന്റും മാത്രമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് അതിനെ കൺസർവേറ്റീവ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. നമ്മുടെ ഓപ്ഷൻ നമ്പർ 2 ദാറ്റ് ഈസ് കൺസർവേറ്റീവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ.